ഹലോ ഗായ്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഹൈപ്പർഗമി എന്താണെന്ന് സിമ്പിളാക്കി എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവുകയാണ്. അതായത് സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആക്കാതെയും എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവുകയാണ്. കാരണം ഇതൊക്കെ ഒരുപാട് ചർച്ച ചെയ്യേണ്ട ടോപ്പിക്കാണ് ഹൈപ്പർഗമി. ഞാൻ യൂട്യൂബിൽ ഹൈപ്പർഗമി മലയാളം എക്സ്പ്ലെയിൻ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ഒരു വീഡിയോ പോലും കിട്ടിയില്ല. ഇതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് എനിക്കറിയാം. കാരണം മലയാള യൂട്യൂബേഴ്സിന് ഹൈപ്പർഗമിനെ കുറിച്ച് പറയാൻ പേടിയാണ്. കാരണം ഹൈപ്പർഗമിനെ കുറിച്ച് ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ അവരുടെ ഫീമെയിൽ ഓഡിയൻസിനെ അവർക്ക് നഷ്ടപ്പെടാം. ഇതിൽ അവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. കാരണം എല്ലാ യൂട്യൂബേഴ്സും യൂട്യൂബിൽ വീഡിയോ ഇടുന്നത് കാശുണ്ടാക്കാൻ വേണ്ടിയാണ്. സോ അവർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫീമെയിൽ ഓഡിയൻസിനെ വെറുപ്പിക്കാനും പറ്റില്ല. അവർക്ക് രണ്ട് പക്ഷത്തും നിൽക്കണം, ന്യൂട്രൽ അടിച്ച് നിൽക്കണം. എനിക്കും ഈ വീഡിയോ ഇടുന്നതുകൊണ്ട് അത്യാവശ്യം ഹേറ്റേഴ്സ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ ഫീമെയിൽ ഓഡിയൻസിനെ നഷ്ടപ്പെടാനും സാധ്യതയുണ്ട്. പക്ഷേ ഐ ഡോണ്ട് കെയർ അബൌട്ട് ദാറ്റ്. കാരണം ആരെങ്കിലും ഈ സത്യാവസ്ഥ മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരണ്ടേ. സോ ഈ വീഡിയോ ഒരു വേക്കപ്പ് കോളാണ്. കുറേ ആളുകൾക്ക് ഈ വീഡിയോ ഒരു വേക്കപ്പ് കോളാണ്. വേക്കപ്പ് കോൾ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് അവർക്ക് ഉണരാനുള്ള സമയമായി എന്നാണ്. കാരണം ചിലവരിത് അറിയാതെ തന്നെ മുന്നോട്ട് പോകും. സോ ഞാൻ ഒരുപാട് പറഞ്ഞ് വലിച്ചു നീട്ടുന്നില്ല. ലെറ്റ്സ് ബിഗിൻ. ആദ്യം ഹൈപ്പർഗമി എന്താണെന്ന് ഷോർട്ടായിട്ട് പറയാം. അത് കഴിഞ്ഞിട്ട് ഹൈപ്പർഗമിയുടെ ബാക്ക്ഗ്രൗണ്ടും ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകാം. കാരണം ഇതിനെക്കുറിച്ച് ചെറുതായിട്ടെങ്കിലും ഒരു അറിവുണ്ടായാലും മുന്നോട്ട് പോയിട്ട് കാര്യമുള്ളൂ. ഹൈപ്പർഗമി എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, ഒരാൾ അവരെക്കാട്ടിലും കൂടുതൽ പണവും സ്റ്റാറ്റസും ഉള്ള ഒരാളെ, ഇല്ലെങ്കിൽ അവരെക്കാളും കൂടുതൽ ഭംഗിയുള്ള ഒരാളെ വിവാഹം കഴിക്കാൻ താല്പര്യപ്പെടുന്നതോ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലാവാൻ താല്പര്യപ്പെടുന്നതോ ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ പറയുന്നത് ഹൈപ്പർഗമി എന്ന്. ഇതിപ്പോൾ കൂടുതലും കാണപ്പെടുന്നത് സ്ത്രീകളുടെ ഇടയിൽ നിന്നാണ്. അതിന് വളം വെച്ച് കൊടുക്കുന്ന കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. ഫസ്റ്റ് സോഷ്യൽ മീഡിയ തന്നെ, അതിന് യാതൊരു സംശയമില്ല. അത് കഴിഞ്ഞിട്ട് മെയിൽ സിംസ്. അപ്പോൾ എന്താണ് സിംബ് എന്ന് ഞാൻ ചുരുക്കി പറയാം. ഒരാണ് ഒരു പെണ്ണിൻ്റെ ഭാഗത്ത് നിന്ന് അറ്റൻഷൻ കിട്ടാനും അവൾ തിരിച്ച് സ്നേഹിക്കാനായിട്ട് എന്തും ചെയ്യാൻ തയ്യാറാവും. അവളെ ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യും, ഇമോഷണലി സപ്പോർട്ട് ചെയ്യും. അവൾ എന്ത് സഹായം ചോദിച്ചാലും നോ പറയാതെ എല്ലാം ചെയ്തു കൊടുക്കുകയും ചെയ്യും. പിന്നെ അതോടൊപ്പം തന്നെ അവൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഫോട്ടോ ഇട്ട് ആ ഫോട്ടോ കൊള്ളില്ലെങ്കിൽ പോലും ആ ഫോട്ടോയിൽ അവളെ കാണാൻ അടിപൊളിയായിട്ടുണ്ടെന്ന് പറയുകയും ചെയ്യും. അതും കൂടാതെ അവളെ എത്ര ആട്ടിത്തുപ്പി വിട്ടാലും അവളുടെ പുറകിൽ വാലാട്ടിപ്പെട്ടി പോലെ പോവുകയും ചെയ്യും. ഇത് പെണ്ണുങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവും കേട്ടോ. ആണുങ്ങളും പെണ്ണുങ്ങളും സിംബ് ചെയ്യാറുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ ഈയിടെയായിട്ട് സിംബ് ചെയ്യണത് ആണുങ്ങളാണ്. അതിനുള്ള കാരണം ഞാൻ വഴിയെ പറഞ്ഞു പോവാം. അപ്പോൾ ഇത് ഓവർ സിംപ്ലിഫൈ ആക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ പിന്നിൽ ഒലിപ്പിച്ചടക്കുന്ന ഒരു വ്യക്തി. അപ്പോൾ സിംബുകൾക്ക് കുറച്ച് ലക്ഷ്യമുണ്ട്. ഫസ്റ്റത്തെ ലക്ഷ്യം അറ്റൻഷൻ കിട്ടുക എന്നുള്ളത്, പിന്നെ പെണ്ണ് തിരിച്ച് സ്നേഹിക്കുക എന്നുള്ളത്, പിന്നെ മൂന്നാമത് സെക്ഷൽ ഇൻ്റർകോഴ്സ്. അപ്പോൾ കൂടുതൽ സെക്ഷൽ ഇൻ്റർകോഴ്സിന് വേണ്ടിയാണ് ഈ സിംബുകൾ പെണ്ണുങ്ങളുടെ പുറകിൽ ഒലിപ്പിച്ചടക്കുന്നത്. അപ്പോൾ ഏകദേശം സിംബ് എന്താണ് എന്നുള്ളതിൻ്റെ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിക്കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമുക്ക് ഹൈപ്പർഗമിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. നമ്മുടെ പാരൻസാണ് ലോയാലിറ്റി ഉള്ള അധികം ഹൈപ്പർഗമി ഇല്ലാത്ത ലാസ്റ്റ് ജനറേഷൻ. അതായത് അന്ന് എല്ലാവരും ലോയലായിരുന്നു എന്നല്ല ഉദ്ദേശിക്കുന്നത്. എല്ലാത്തിലും ഉണ്ടാവുമല്ലോ ഒരു എക്സെപ്ഷനായിട്ട് നിൽക്കുന്ന ആളുകൾ. അവരെ വിട്ടേക്ക്. ബാക്കി കൂടുതൽ ആളുകൾ ലോയലായിരുന്ന അല്ലെങ്കിൽ കൂടുതൽ ആളുകൾ ഹൈപ്പർഗമി കാണിക്കാത്ത ഒരു ജനറേഷനാണത്. അതായത് നമ്മുടെ പാരൻസ് എന്ന് ഞാൻ പറയുന്നത് ഒരു 1960s അല്ലെങ്കിൽ 1970s അല്ലെങ്കിൽ പോട്ടെ 80s വരെ ജനിച്ച ആളുകളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ഇപ്പോഴത്തെ ജനറേഷൻ വെച്ച് പഴയ ജനറേഷനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പഴയ ജനറേഷനിലുള്ള ആളുകൾ, അതായത് ബേബി ബൂമേഴ്സ്, ജനറേഷൻ എക്സ് ഇല്ലെങ്കിൽ അതിൻ്റെ പുറകിലുള്ള ജനറേഷൻസ്, സോ അവരെന്തുകൊണ്ട് കൂടുതൽ ലോയലായിരുന്നു, ഇല്ലെങ്കിൽ അന്ന് ആളുകൾക്ക് ഹൈപ്പർഗമി എന്തുകൊണ്ട് കുറവായിരുന്നു? അപ്പോൾ അതിന് ഒറ്റ ഒരു ഉത്തരമേ ഉള്ളൂ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെമിനിസം. അപ്പോൾ ആദ്യം അത് നമ്മൾ ഫെമിനിസം എടുത്ത് നോക്കാൻ നേരത്ത്, ഫെമിനിസം ഫസ്റ്റ് വേവ് ഒക്കെ എടുത്ത് നോക്കാൻ നേരത്ത് പെണ്ണുങ്ങളുടെ ഭാഗത്ത് ന്യായം ഉണ്ടെന്നൊക്കെ വിചാരിക്കും. കാരണം അന്ന് സതിയൊക്കെ അബോളിഷ് ചെയ്ത ഒരു സമയമായിരുന്നു. അപ്പോൾ ഫസ്റ്റ് വേവ് ഫെമിനിസം എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തതെന്ന് ചോദിച്ചാൽ 1850 ആ സമയത്താണ്. ആ സമയമൊക്കെ നമ്മൾ നോക്കുമ്പോൾ പെണ്ണുങ്ങളുടെ ഭാഗത്ത് ന്യായമുണ്ടെന്ന് പറയായിരുന്നു. കാരണം പെണ്ണുങ്ങളൊന്നും ഒരുപാട് സഫർ ചെയ്യുമായിരുന്നു. പെണ്ണുങ്ങൾക്ക് വോട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, പെണ്ണുങ്ങൾക്ക് പുറത്തിറങ്ങാൻ പാടില്ല, പെണ്ണുങ്ങൾ ഭർത്താവ് മരിച്ചാൽ ഭാര്യ കൂടി മരിക്കണം. സോ പെണ്ണുങ്ങളെ അന്ന് കൂടുതൽ അടിമകളായിട്ടാണ് കണ്ടിരുന്നത്. അപ്പോൾ പെണ്ണുങ്ങൾക്ക് ബുക്ക് എഴുതാൻ പോലും പാടില്ല, അവരുടെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാൻ പോലും പാടില്ല. അപ്പോൾ ചില പെണ്ണുങ്ങൾ ബുക്ക് എഴുതിക്കൊണ്ടിരുന്നത് ആണുങ്ങളുടെ പേരിലായിരുന്നു. അപ്പോൾ ഈ ഫെമിനിസം ഒന്ന് സപ്പോർട്ട് ചെയ്തിരുന്നത് വിഡോ റീമാരേജ്, പിന്നെ സതീനെ അബോളിഷ് ചെയ്തു, പിന്നെ അതിലൊക്കെ ഉപരി സ്ത്രീകളുടെ എഡ്യൂക്കേഷനും കൂടി സപ്പോർട്ട് ചെയ്തിരുന്നു. അപ്പോൾ ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്തത് മേരി വോൾസ്റ്റോൺക്രാഫ്റ്റിൻ്റെ വിൻഡിക്കേഷൻ ഓഫ് റൈറ്റ് ഓഫ് വുമൺ എന്ന് പറഞ്ഞൊരു ബുക്ക് 1792 എഴുതിയ ബുക്കിൽ അതിൽ പെണ്ണുങ്ങളുടെ കഷ്ടപ്പാടും ദുരിതങ്ങളും ഇൻഡയറക്റ്റ്ലി ആ ബുക്കിൽ എഴുതുമായിരുന്നു ചെയ്തിരുന്നത്. സോ ആ ബുക്കാണ് കൂടുതലും പെണ്ണുങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്തത്. സോ ഫെമിനിസം എന്താണെന്ന് അറിയാത്ത ആളുകളുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഫെമിനിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ശരിക്കുള്ള ഒരു അർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ഈക്വൽ റൈറ്റ്സിന് വേണ്ടി സ്ത്രീകൾ പോരാടുന്നത്. സോ നമുക്ക് സെക്കൻഡ് വേവിലോട്ട് പോവാം. അപ്പോൾ സെക്കൻഡ് വേവ് ഒന്ന് ഗ്ലോബലി സ്റ്റാർട്ടായത് 1960s. അപ്പോൾ ഇത് കൂടുതൽ ഫോക്കസ് ചെയ്തിരുന്നത് ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക്, പിന്നെ സ്ത്രീകൾ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് മാറ്റേണിറ്റി ലീവ്, പിന്നെ അവർക്ക് പീരീഡ്സ് വരുന്ന സമയത്ത് ലീവ്. അതും കൂടാതെ ഇത് കൂടുതൽ പ്രോത്സാഹിപ്പിച്ചത് സ്ത്രീകൾ പണിക്ക് പോകാനായിരുന്നു. അപ്പോൾ ഇന്ത്യയിൽ ഇതിൻ്റെ ഇൻഫ്ലുവൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ത്രീധന പീഡനം മൂലം മരിച്ചു വന്ന പെണ്ണുങ്ങളുടെ ഭർത്താവുക്കെതിരെ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ ഫാമിലിക്കെതിരെ ഒരു കർശന നടപടി എടുക്കാനായിട്ട് ഈ ഒരു ഫെമിനിസം, ഈ സെക്കൻഡ് വേവ് ഫെമിനിസം സഹായിച്ചിരുന്നു, ഇൻഫ്ലുവൻസ് ചെയ്തിരുന്നു. പിന്നെ അതോടൊപ്പം തന്നെ റേപ്പ് കേസ്, ഡൊമസ്റ്റിക് വയലൻസ്, അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നവർക്കെതിരെ കർശനമായ നടപടി എടുക്കാനായിട്ട് ഈ സെക്കൻഡ് വേവ് ഫെമിനിസം ഇൻഫ്ലുവൻസ് ചെയ്തിരുന്നു. പിന്നെ സേവ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഫോം ചെയ്തു പെണ്ണുങ്ങൾ, അതായത് SEWA
അതിൻ്റെ ഫുൾ ഫോം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൽഫ് എംപ്ലോയ്ഡ് വുമൺ അസോസിയേഷൻ. സോ ഈ സെക്കൻഡ് വേവ് ഓഫ് ഫെമിനിസമാണ് കൂടുതൽ പെണ്ണുങ്ങളെ ഇൻഡിപെൻഡൻ്റ് ആവാനായിട്ട് പ്രേരിപ്പിച്ചത്. അപ്പോൾ ഇതുവരെ വലിയ കുഴപ്പമില്ലെന്ന് പറയാം. ഇതുവരെ വലിയ കുഴപ്പമില്ല. പറഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് പെണ്ണുങ്ങളുടെ ഭാഗത്ത് ന്യായം ഉണ്ടെന്നൊക്കെ ചിലയിടത്ത് തോന്നും. ഇനി തേർഡ് വേവ് ഓഫ് ഫെമിനിസം ഉണ്ട്, അവിടെയാണ് ഇനി ട്വിസ്റ്റ്. അപ്പോൾ തേർഡ് വേവ് ഓഫ് ഫെമിനിസം സ്റ്റാർട്ട് ആയത് 1990s അവസാനിച്ചത് 2010 അപ്പോൾ ഇവിടെ LGBTQ+ കമ്മ്യൂണിറ്റിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ഞാനൊരു ട്വിസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. ട്വിസ്റ്റ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് തേർഡ് വേവ് ഓഫ് ഫെമിനിസം പെണ്ണുങ്ങളെ മോശമായ രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്തു. ഇപ്പോൾ കല്യാണം കഴിച്ച സ്ത്രീയാന്ന് വയ്ക്കുക, ആ സ്ത്രീക്ക് ഭർത്താവിന് ഇഷ്ടമായില്ല. ഈവൻ ദോ ഭർത്താവ് നല്ലൊരു മനുഷ്യനായിക്കോട്ടെ, ഭർത്താവിന് നല്ല പേഴ്സണാലിറ്റി ഉണ്ടായിക്കോട്ടെ, ഭർത്താവ് കുടുംബത്തിന് വേണ്ടി നന്നായിട്ട് അധ്വാനിക്കുന്നൊരു വ്യക്തി ആയിക്കോട്ടെ, അപ്പോൾ ഭർത്താവിനെക്കാട്ടിൽ നല്ല ലുക്കുള്ള ഒരുത്തൻ്റെ ഒപ്പം പോകുന്നത്, ഭർത്താവിനെ ഡിവോഴ്സ് ചെയ്തുകൊണ്ട് ഇല്ലെങ്കിൽ ഭർത്താവിനെ ഇട്ടേച്ച് ലുക്കുള്ള ഒരുത്തൻ്റെ ഒപ്പം പോകുന്നത് കുഴപ്പമില്ല. അതായത് അങ്ങനെ പോകുന്ന പെണ്ണുങ്ങളെ ഉപദ്രവിക്കാൻ പാടില്ല. ഇനി അഥവാ അങ്ങനത്തെ പെണ്ണുങ്ങളെ ഉപദ്രവിച്ചാൽ തന്നെ ആ ഉപദ്രവിച്ച ആൾക്കെതിരെ കർശനമായ നടപടി എടുക്കണമെന്ന രീതിയിലായി. പിന്നീട് കല്യാണം എന്നുള്ളൊരു ചോയ്സായി. അതായത് ഡ്യൂട്ടിക്ക് പകരം ചോയ്സ്. ഇപ്പോൾ വേണമെങ്കിൽ അവർക്ക് കെട്ടാം, ഇല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ, ഇപ്പോൾ കല്യാണം കഴിച്ചിട്ട് ഭർത്താവിന് ഇഷ്ടപ്പെട്ടില്ല, ഭർത്താവിന് നല്ല പേഴ്സണാലിറ്റി ആയാൽ പോലും ഭർത്താവിന് ഇഷ്ടമല്ലെന്ന് തോന്നിക്കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിൽ ഭർത്താവിനെ ഡിവോഴ്സ് ചെയ്ത് വേറൊരുത്തൻ്റെ ഒപ്പം പോകാം, ഇല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഭർത്താവിൻ്റെ അലുമിനിയം വാങ്ങിച്ചുകൊണ്ട് ജീവിക്കാം എന്ന രീതിയിലായി. പിന്നെ കൂടുതൽ ജെൻഡർ ന്യൂട്രലായിട്ടുള്ള ലോ വേണമെന്ന് പറഞ്ഞ് പോരാടാൻ തുടങ്ങി. അതും ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, ജെൻഡർ ന്യൂട്രൽ ലോ എന്ന് പറയുമ്പോൾ അവർക്ക് കൺവീനിയൻ്റ് ആയ പ്ലേസിൽ മാത്രമേ അവർ ആവശ്യപ്പെടുന്നുള്ളൂ. ഇനി ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ സെപ്റ്റി ടാങ്ക് ക്ലീൻ ചെയ്യാനോ, പാറ പൊട്ടിക്കാനോ, കാന വാരാനോ, ഇല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ വർക്കോ അവിടെയൊക്കെ എടുത്തു പോയി കഴിഞ്ഞാൽ വളരെ വളരെ ചുരുക്കം പെണ്ണുങ്ങൾ മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ട് പെണ്ണുങ്ങൾ ആ ഒരു പൊസിഷന് വേണ്ടി പോരാടുന്നില്ല? എന്തുകൊണ്ടാണ് അവിടെ കൂടുതൽ ആണുങ്ങൾ നിൽക്കുന്നത്? കാരണം അവിടെ കഷ്ടപ്പെടണം, മേലാണെങ്കിൽ പണിയെടുക്കണം. ഇവർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ കഷ്ടപ്പെടാതെ ഇല്ലെങ്കിൽ അക്കൗണ്ടബിലിറ്റി ഇല്ലാതെ തുല്യ അവകാശം കിട്ടണം. സോ അതൊക്കെ പോട്ടെ, അതിനെക്കുറിച്ച് ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ ഈ വീഡിയോ നീണ്ടങ്ങ് പോകും. അപ്പോൾ തേർഡ് വേവ് ഓഫ് ഫെമിനിസത്തിൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെണ്ണുങ്ങൾ ചീറ്റ് ചെയ്താലും കുഴപ്പമില്ല, പെണ്ണുങ്ങൾ ചീറ്റ് ചെയ്താലും അവരൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് നിയമ സംരക്ഷണം അതുപോലത്തെ പെണ്ണുങ്ങൾക്ക് കൊടുത്തു തുടങ്ങി. അവിടെയാണ് പണി പാളിയത്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ആണുങ്ങൾക്കെതിരെ കേസെടുക്കും. പക്ഷേ നിങ്ങളിതൊന്ന് ഓപ്പോസിറ്റായിട്ട് ചിന്തിച്ച് നോക്കിയേ, ഒരു പെണ്ണാണെങ്കിലും ഇത് ചെയ്യുന്നത്. അതായത് വിവാഹ വാഗ്ദാനം നൽകി ഒരു ചെക്കനായിട്ട് സെക്ഷൽ ഇൻ്റർകോഴ്സിന് ഏർപ്പെട്ടു, അത് കഴിഞ്ഞ് അവനിട്ടേച്ച് പോയി വേറൊരു പൈസക്കാരനെ കല്യാണം കഴിക്കുമെന്ന് വിചാരിക്കുക. ആ പുരുഷനിവിടെ പരാതി കൊടുക്കാൻ പറ്റുമോ? എന്നെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട്? ഇല്ല, നടക്കില്ല. അങ്ങനെ പരാതി കൊടുത്താൽ പോലും അതിന് ഇമ്പാക്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ഇമ്പാക്റ്റ് ഉണ്ടാവില്ല എന്ന് ഉദ്ദേശിച്ചത് അവർക്ക് വേണമെങ്കിൽ വീണ്ടും പരാതി കൊടുക്കാം. അതായത് ഇവൻ മോശമായിട്ട് പെരുമാറി അതുകൊണ്ട് അവൾ ഇട്ടേച്ച് പോയി, അല്ലെങ്കിൽ ഇവൻ ഇങ്ങനെ പീഡിപ്പിക്കാൻ നോക്കി, അങ്ങനെ ചെയ്യാൻ നോക്കി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നു. പിന്നെ ആ പുരുഷൻ്റെ ഉത്തരവാദിത്വമാണ് അവൻ്റെ ഇന്നസെൻസ് തെളിയിക്കുക എന്നുള്ളത്. പിന്നെ നമ്മൾ ബേബി ബൂമേഴ്സ് എടുത്താലും ജനറേഷൻ എക്സ് എടുത്താലും അന്ന് പെണ്ണുങ്ങൾ കൂടുതൽ ഡിപ്പെൻഡൻ്റ് ആയിരുന്നു. അതായത് കൂടുതൽ പെണ്ണുങ്ങൾ അന്ന് ജോലിക്ക് പോകുന്നവരായിരുന്നില്ല. ഇനി അഥവാ ജോലിക്ക് പോകുന്ന പെണ്ണുങ്ങളാണെങ്കിൽ പോലും കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ ജോലിക്ക് പോയാലും മക്കളെ നോക്കി വീട്ടിലിരിക്കും. അപ്പോൾ കൂടുതലിവിടെ ഭർത്താവിനെ ഡിപ്പെൻഡ് ചെയ്ത് കഴിയേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഡിവോഴ്സ് റേറ്റ് കുറവായിരുന്നു. ഇനി അഥവാ എന്തെങ്കിലും ഭർത്താവായിട്ടൊരു പ്രശ്നം ഉണ്ടായാൽ തന്നെ അവർ ഡിവോഴ്സിലോട്ട് പോകാതെ എങ്ങനെയും സോൾവ് ചെയ്യാൻ നോക്കുള്ളൂ. കാരണം ഡിവോഴ്സിലോട്ട് പോയി കഴിഞ്ഞാൽ തന്നെ അവർ ഡിപ്പെൻഡൻ്റ് ആയിട്ടാണ് കഴിയുന്നത്. അവർക്ക് ജോലിയില്ല, അതുകൊണ്ട് തന്നെ തെണ്ടി തിരിഞ്ഞടക്കേണ്ടി വരും. പിന്നെ അലിമണി കിട്ടി തുടങ്ങണമെന്നുണ്ടെങ്കിൽ തന്നെ കുറച്ച് സമയമെടുക്കും. പിന്നെ ആ സമയത്ത് ഭർത്താവിനിട്ടേച്ച് വേറൊരുത്തൻ്റെപ്പം പോകുന്ന പെണ്ണുങ്ങളെ വളരെ മോശമായിട്ടാണ് കണ്ടിരുന്നത്. അവളെ കുടുംബത്തിൽ കയറ്റില്ല, പിന്നെ ആ ഏരിയയിലോട്ട് അവളെ കയറ്റില്ല, ചിലപ്പോൾ ആരെങ്കിലും തല്ലി കൊന്നു വരും. പിന്നെ ഇതൊന്നും സംഭവിച്ചില്ലെങ്കിൽ പോലും അവളെക്കുറിച്ച് മോശമായിട്ട് സംസാരിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു ബാഡ് ഇമേജ് ഉണ്ടാവും. പിന്നെ അതുമില്ലാതെ അന്നത്തെ പെണ്ണുങ്ങളുടെ മൈൻഡ് സെറ്റും കൂടി വേറെ ആയിരുന്നു. അതായത് അവരെക്കുറിച്ച് മോശമായിട്ട് സംസാരിക്കുന്നവർക്ക് ഭയങ്കര പേടിയായിരുന്നു. ഇപ്പോഴത്തെ പെണ്ണുങ്ങളെ പോലെ പോട്ടെ പുല്ലെന്ന് വെക്കില്ല അന്നത്തെ പെണ്ണുങ്ങൾ. പിന്നെ കൂടുതലും പെണ്ണുങ്ങൾ അന്ന് വീട്ടിൽ തന്നെയായിരുന്നു, അതായത് ഹൗസ് വൈഫായിട്ട് കഴിഞ്ഞുകൂടുമായിരുന്നു ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ അവർ വലിയതായിട്ട് പുറത്തിറങ്ങില്ല. പുറത്തിറങ്ങാത്തത് കൊണ്ട് തന്നെ സിമ്പുകളുടെ ശല്യങ്ങളും ഉണ്ടാവില്ല. സോ അവർക്ക് ഹൈപ്പർ ഗമ്മിനെ കുറിച്ച് വലിയ അറിവ് അന്ന് ഉണ്ടായിരുന്നില്ല. പിന്നെ എക്സെപ്ഷൻ കാറ്റഗറി എപ്പോഴും ഉണ്ടാവും. അതായത് വീട്ടിൽ തന്നെ വെച്ച് ഭർത്താവ് ജോലിക്ക് പോകുന്ന സമയത്ത് അയൽവക്കത്തുള്ള വേറൊരുത്തനായിട്ട് കിടക്കുന്ന പെണ്ണുങ്ങളും ഉണ്ട്. പിന്നെ ഇതിലൊക്കെ ഉപരി അന്ന് മൊബൈൽ ഉണ്ടായിരുന്നില്ല. അന്ന് റേഡിയോയും ടി വിയും ആയിരുന്നു കൂടുതലും. ഇനി അഥവാ മൊബൈൽ ഉണ്ടായിരുന്നെങ്കിൽ ലാൻഡ് ഫോണൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. കമ്പ്യൂട്ടറൊക്കെ നോക്കുമ്പോൾ തന്നെ വളരെ ചുരുക്കം ആളുകളിലെ കമ്പ്യൂട്ടർ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ പുറത്തിറങ്ങാതെ ഹോം മേക്കറായിട്ട് നിൽക്കുന്ന സ്ത്രീകൾക്ക് ഹൈപ്പർ ഗെയിമിനെ കുറിച്ച് വലിയതായിട്ട് അറിവുണ്ടാവില്ല. പക്ഷേ കമ്മിങ് ബാക്ക് ടു ദിസ് ജനറേഷൻ, ഇവിടെ പെണ്ണുങ്ങൾ ഒരാളെ തേച്ചാൽ തന്നെ ആ പെണ്ണുങ്ങൾക്ക് പ്രോത്സാഹനമാണ് കിട്ടുന്നത്. പ്രത്യേകിച്ച് ആ പെണ്ണുങ്ങളുടെ കൂട്ടുകാരികളുടെ ഭാഗത്തു നിന്ന്. ഞാനിത് വെറുതെ പറഞ്ഞല്ല, ഞാനിത് കേട്ടിട്ടുള്ള കാര്യമാണ്. അതായത് ഒരു പെണ്ണ്, അവളുടെ പേര് ഞാൻ പറയുന്നില്ല, അവൾ എൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു. അവളുടെ ബോയ് ഫ്രണ്ട് ഒന്ന് നല്ലൊരു ചെക്കനായിരുന്നു. പക്ഷേ ഇവൾക്ക് വേറൊരുത്തനെ, അവനെക്കാളും ലുക്കുള്ള ഒരുത്തനെ കിട്ടിയപ്പോൾ ഇവളുടെ ബോയ് ഫ്രണ്ടിനെ ഇവൾ പയ്യങ്ങ് തേച്ചു. അപ്പോൾ അവളുടെ കൂട്ടുകാരികൾ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ സാധാരണമാണ്, കുഴപ്പമൊന്നുമില്ല, നീ ചെയ്തത് നന്നായി, ഹീ ഡിസേർവ്ഡ് ഇറ്റ് എന്നൊക്കെയാണ്. ചില നല്ല പെണ്ണുങ്ങൾ ചീത്തയാവാനുള്ള കാരണം അവരുടെ കൂട്ടുകാരികളാണ്. അവരാണ് ഇതുപോലെ വളം വെച്ച് കൊടുക്കുന്നത്. പിന്നെ സോ കോൾഡ് ബെസ്റ്റ് ഫ്രണ്ട്സ് വേറെ ഉണ്ട്, പ്രത്യേകിച്ച് മെയിൽ ബെസ്റ്റീസ്. അവരെന്ന് പറയുമ്പോൾ പെണ്ണിൻ്റെ റിലേഷൻഷിപ്പ് എങ്ങനെയും മുടക്കാൻ നോക്കുന്ന ഒരു ടീംസാണ്. സോ അതൊക്കെ പോട്ടെ, അതിനെക്കുറിച്ച് വേറെ വീഡിയോ ഡിസ്കസ് ചെയ്യാം. സോ ഞാൻ പറഞ്ഞു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സോ ഈ ഫെമിനിസത്തിന് ഒരുപാട് ഇൻഫ്ലുവൻസ് ഉണ്ട്. ഫസ്റ്റ് വേവും പോട്ടെ, സെക്കൻഡ് വേവും പോട്ടെ, പക്ഷേ തേർഡ് വേവ് അവിടെയാണ് എല്ലാം പോയത്. അതായത് പെണ്ണുങ്ങൾക്ക് എന്ത് തോന്നിയ ദിവസം കാണിക്കാൻ നിയമം അവരെ സപ്പോർട്ട് ചെയ്യും, നിയമം അവരെ പിന്തുണയ്ക്കും എന്ന രീതിയിലായി.
ഇനി അടുത്താണ് ബയോളജിക്കൽ ഫാക്ടർ. ബയോളജിക്കൽ ഫാക്ടർ പറയുമ്പോൾ ഒരു ആണിന് ഒരു പെണ്ണിനെ കാണുമ്പോൾ തന്നെ ഒരു സെക്ഷൽ അട്രാക്ഷൻ തോന്നും. പക്ഷെ പെണ്ണിന് അട്രാക്ഷൻ തോന്നുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവളുടെ ശരീരത്തിൽ സ്പർശിക്കുമ്പോഴാണ്. അതായത് അവരെ ടച്ച് ചെയ്യുമ്പോഴാണ് അവർക്ക് സെക്ഷൽ അട്രാക്ഷൻ തോന്നുന്നത്. പക്ഷെ ഒരു ആണിന് ആ ഒരു പെണ്ണിനെ നോക്കിയാൽ തന്നെ തോന്നും. അതുകൊണ്ട് തന്നെ ആണുങ്ങൾക്ക് കൂടുതൽ കൺട്രോൾ ചെയ്യാൻ പാടായിരിക്കും. സോ ചിലവർ അതിന് വഴങ്ങിക്കൊടുക്കും, ആ ഒരു വികാരത്തിന് വഴങ്ങിക്കൊടുക്കും. അങ്ങനെയുള്ള ആളുകളാണ് സിമ്പുകളായി മാറുന്നത്. പിന്നെ സോഷ്യൽ മീഡിയയിൽ കണ്ടുവരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ലുക്ക് കുറഞ്ഞൊരു പെണ്ണ് ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് തുടങ്ങിയാൽ തന്നെ ആ പെണ്ണിന് ഇഷ്ടംപോലെ ഫോളോ റിക്വസ്റ്റ്, ഇഷ്ടംപോലെ മെസ്സേജ് റിക്വസ്റ്റ് വരും. സോ അതിൽ അവൾക്ക് ഇഷ്ടംപോലെ ആണുങ്ങളെ കിട്ടും. അവളെക്കാട്ടിൽ ലുക്ക് കൂടുതലുള്ള, അവളെക്കാട്ടിൽ പൈസ കൂടുതലുള്ള, അല്ലെങ്കിൽ അവളുടെ അത്ര തന്നെ ലുക്കും അവളുടെ അത്ര തന്നെ പൈസയും, ഇല്ലെങ്കിൽ അവളെക്കാട്ടിൽ ലുക്ക് കുറഞ്ഞ അല്ലെങ്കിൽ അവളെക്കാട്ടിലും പൈസ കുറഞ്ഞ ആമ്പിള്ളേർ ഇഷ്ടംപോലെ കിട്ടും. അവൾ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ റിയൽ ലവ് ആണെന്ന് വിചാരിക്കുന്നത്. ഭൂരിപക്ഷം ആണുങ്ങളും, പ്രത്യേകിച്ച് അവളുടെ സെയിം ലുക്കുള്ള അല്ലെങ്കിൽ അവളെക്കാട്ടിൽ ലുക്ക് കൂടുതലുള്ള ആമ്പിള്ളേരും അവളായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ വേണ്ടി മാത്രമാണ് അവർക്ക് ഈ ഫോളോ റിക്വസ്റ്റ്, മെസ്സേജ് റിക്വസ്റ്റ് ഇട്ട് വരുന്നത്. അപ്പോൾ നാടൻ ഭാഷയിലൊക്കെ പറഞ്ഞ് അവർക്ക് കളി കിട്ടാൻ വേണ്ടിയാണ് അവർ വരുന്നത്. കഴിഞ്ഞവർ പോകും, അത്രേ ഉള്ളൂ. അല്ലാതെ കല്യാണം കഴിക്കാനോ സീരിയസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിലാവാനോ ഒന്നും അവർക്ക് താല്പര്യമില്ല. കൂടിപ്പോയി കഴിഞ്ഞാൽ ഒരു ടൈം പാസ് റിലേഷൻഷിപ്പ്, കുറേ സെക്ഷൽ ഇൻ്റർകോഴ്സൊക്കെ കഴിഞ്ഞതിന് ശേഷം തേച്ചിട്ട് പോകാം എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ആമ്പിള്ളേർ വരുന്നത്. അപ്പോൾ ഈ ലുക്ക് കുറഞ്ഞ പെണ്ണ് എന്താ വിചാരിക്കുക, ഓ അവൾക്ക് കുറച്ച് എഫേർട്ട് ഇട്ടാൽ തന്നെ ഇഷ്ടം പോലെ ആമ്പിള്ളേർ കിട്ടുന്നുണ്ട്, അവൾക്ക് എന്തോ ഒരു കൊമ്പ് അഡീഷണൽ ഉള്ളതായിട്ട് അവൾക്ക് തോന്നും. അവൾ നോക്കാൻ നേരത്തെ അവളെക്കാട്ടിലും ലുക്കും അവളെക്കാട്ടിലും കാശ് കൂടുതലുള്ള ആമ്പിള്ളേർ അവളുടെ ഫോളോ റിക്വസ്റ്റിലും മെസ്സേജ് റിക്വസ്റ്റിലും കിടക്കുന്നുണ്ട്. സോ അവൾ എന്ത് ചെയ്യും, അതിൽ ഏറ്റവും കൂടുതൽ ലുക്ക്, ഏറ്റവും കൂടുതൽ കാശുള്ള ഒരാളെ പിടിക്കും. ഇതിനെയാണ് സുഹൃത്തെ ഹൈപ്പർ ഗമി എന്ന് പറയുന്നത്. കാരണം അവർക്ക് ആണുങ്ങളുടെ 10-1 എഫേർട്ട് ഇടേണ്ട ആവശ്യം വരുന്നില്ല. കുറച്ച് എഫേർട്ട് ഇട്ടാൽ തന്നെ അവർക്ക് ഏറ്റവും ഭംഗിയുള്ള, ഏറ്റവും കാശുള്ള ചെക്കനെ കിട്ടും. അതുകൊണ്ട് തന്നെ അവർ ഒരുപാട് സ്റ്റാൻഡേർഡ് വെക്കുകയും ചെയ്യും. അതായത് കാണാൻ ഒന്നിനും കൊള്ളാത്തൊരു പെണ്ണായിരിക്കാം, ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് എടുത്ത് നോക്കുമ്പോൾ ദാരിദ്ര്യമായിരിക്കാം, പക്ഷേ അങ്ങേയറ്റത്തെ സ്റ്റാൻഡേർഡ് ആയിരിക്കും അവൾ വെക്കുന്നത്. അതായത് അവളുടെ ബോയ് ഫ്രണ്ട് ആയി കഴിഞ്ഞാൽ 6 അടി പൊക്കം വേണം, കാണാൻ ഭംഗിയുണ്ടാവണം, അവൻ കാശുകാരനായിരിക്കണം, അങ്ങനെയുള്ള സ്റ്റാൻഡേർഡ് ഇവർ വയ്ക്കും. കാരണം ഇവർക്ക് അങ്ങനത്തെ ഉള്ള ആമ്പിള്ളേരുടെ ഭാഗത്ത് നിന്ന് അറ്റൻഷൻ കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഞാൻ വേറൊരു ഉദാഹരണം പറയാം. നിങ്ങളുടെ കയ്യിൽ 20 രൂപ ഉണ്ടെന്ന് വയ്ക്കുക. അപ്പം നിങ്ങളൊരു കടയിൽ കയറി ചെല്ലുന്നു. ആ കടയിൽ ആ 20 രൂപയ്ക്ക് ആ എക്സാക്ട് സെയിം പ്രൈസിന് ഭംഗിയുള്ളൊരു പാവയും ഭംഗിയില്ലാത്തൊരു പാവയും ഉണ്ടെന്ന് വയ്ക്കുക. ആ 2 പാവകൾക്കും 20 രൂപയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ എന്താ ചൂസ് ചെയ്യുക? ഭൂരിഭാഗം ആളുകൾ ഭംഗിയുള്ള പാവയെ ചൂസ് ചെയ്യണം. കാരണം എന്തായാലും 20 രൂപയേ ഉള്ളൂ. അപ്പോൾ ആ സെയിം സിറ്റുവേഷൻ നിങ്ങൾ ഇവിടെ വെച്ചൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയേ. ഇവർക്ക് ഇവിടെ കുറച്ച് എഫേർട്ട് ഇട്ടാൽ തന്നെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഒരുപാട് ഓപ്ഷൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഇവിടെ അതിൽ ഏറ്റവും മികച്ച ആളല്ലേ പിക്ക് ചെയ്യുള്ളൂ. ഇനി നിങ്ങളൊന്ന് വേറെ രീതിയിൽ ചിന്തിച്ച് നോക്കിയേ. അതായത് ഈ ആണുങ്ങളൊന്നും ഇവർക്ക് വലിയതായിട്ട് അറ്റൻഷൻ കൊടുത്തില്ലെങ്കിലോ, അങ്ങനെ വരുമ്പോൾ മാത്രമാണ് ഇവൾ താഴെ ഇറങ്ങി ചിന്തിക്കുള്ളൂ. അതായത് ഇവളുടെ ലുക്ക് ലെവലോ ഇവളെക്കാളും ലുക്ക് കുറഞ്ഞ ഒരാളായിട്ട് ഇവൾ സെറ്റിലാവാൻ നോക്കുള്ളൂ. അതായത് ലുക്കിലും പണത്തിലും ഇല്ലെങ്കിൽ പണത്തിൽ മാത്രം മുന്നിൽ നിൽക്കുന്ന ഒരാളെയാണ് നമ്മൾ ടോപ്പ് 20% മെൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവരുടെ ഭാഗത്ത് നിന്ന് പെണ്ണുങ്ങൾക്ക് അറ്റൻഷൻ കിട്ടുമ്പോൾ പെണ്ണുങ്ങൾ എന്താ വിചാരിക്കുക, ഇവരെ കെട്ടി സുഖമായിട്ട് ജീവിക്കാം, പണിക്കൊന്ന് പോകണമെന്ന് വിചാരിച്ച് ഇവരെ പുറകെ പോകും. ലാസ്റ്റ് എന്താണെന്ന് അറിയോ, ഇവർ കൃത്യമായിട്ട് പെണ്ണിനെ സെക്ഷൽ ഇൻ്റർകോഴ്സിന് യൂസ് ചെയ്തിട്ട് ത്രോ ചെയ്യും. ഇപ്പം പൈസക്കാരനായതുകൊണ്ട് തന്നെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് കേസിനും കൂട്ടത്തിന് പോകാൻ പറ്റില്ല. കാരണം നല്ലൊരു വക്കീലിൽ വെച്ച് അവൻ ജയിക്കും. അപ്പോൾ ഈ 6-ാം മുളത് ഈ പെണ്ണ് തന്നെയാണ്. അപ്പോൾ ഈ പെണ്ണ് എന്ത് ചെയ്യും, ഇരുട്ടത്ത് കിട്ടിയടി കാരണത്തിരിക്കട്ടെ എന്ന് വെക്കും. എന്നിട്ട് എന്ത് ചെയ്യും, എല്ലാ ആണുങ്ങളും ഇതേപോലത്തെ മൈൻഡ് സെറ്റ് ഉള്ളവരാന്ന് പറഞ്ഞ് മുദ്ര കുത്തും. ഒന്ന് ആലോചിക്കുക, ഒരുപാട് പാവങ്ങളായ ആമ്പിള്ളേർ, ഒരുപാട് ഡീസൻ്റ് ആമ്പിള്ളേരുള്ളപ്പോൾ അതിലേറ്റവും ടോക്സിക്കായ ടോപ്പ് 20% ഉള്ള ഒരാണിൻ്റെ പുറകെ നടന്ന് ജീവിതം തൊലച്ചിട്ട് ബാക്കിയുള്ള ആമ്പിള്ളേർ മൊത്തം അങ്ങനെയാണെന്ന് പറയുകയും ചെയ്യും. അപ്പോൾ ഈ ചീത്തപ്പേര് നല്ല ആമ്പിള്ളേർക്ക് കൂടി കിട്ടുകയും ചെയ്യും. എന്നിട്ട് എന്താ, ഒന്നില്ലെങ്കിൽ ഒരു സിംഗിളായിട്ട് വല്ല പട്ടീനെയും പൂച്ചേനെയും വളർത്തി സിംഗിളായിട്ട് ജോലിക്ക് പോയിരിക്കും, ഇല്ലെങ്കിലോ ഇവളെക്കാട്ടിൽ ലുക്ക് കുറഞ്ഞ ഒരുത്തനായിട്ട് സെറ്റിലാവും. അതാണ് നമ്മുടെ കേരളത്തിൽ കൂടുതൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്കൊരു പെണ്ണിനെ അറിയാം. ആ പെണ്ണിൻ്റെ പേര് ഞാൻ പറയുന്നില്ല. പെണ്ണിൻ്റെ ഒരു ആവറേജ് ലുക്കുള്ളൂ. പക്ഷെ അവളുടെ വിചാരം അവളെന്തോ ലോകസുന്ദരിയാണ്. അവൾക്ക് ഏകദേശം സാലറി 1 ലക്ഷത്തിൻ്റെ അടുത്ത് കിട്ടുന്നുണ്ട്. അപ്പം നമ്മളെന്താ വിചാരിക്കുക, ഓ അവളുടെ അത്രയും തന്നെ സാലറി കിട്ടുന്ന ഓർത്തന്നെ അവൾ കേട്ടാൻ ആഗ്രഹിക്കുന്നതെന്ന്. പക്ഷെ ഒട്ടുമല്ല. അവൾക്ക് കിട്ടുന്ന സാലറിനേക്കാൾ 2 ഇരട്ടി സാലറി ഉള്ള അവളെക്കാട്ടിലും 1 ഇരട്ടി കൂടുതൽ ലുക്കുള്ള ഓർത്തനായിട്ട് സെറ്റിലാവാനാണ് അവൾ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി ഇപ്പോഴും വിവാഹം കഴിക്കാതെ അവൾ ഇരിക്കുകയാണ്. അവൾക്കെന്ന് പറയുമ്പോൾ അവളുടെ പുറകിൽ ഇഷ്ടം പോലെ നല്ല ചെക്കന്മാർ വരുന്നുണ്ട്. എല്ലാം നല്ല രീതിയിൽ വിവാഹ ആലോചനയായിട്ടാണ് വരുന്നത്. അത്യാവശ്യം ആവറേജ് ലുക്കുള്ള ഇവളുടെ അത്രയും തന്നെ സാലറി കിട്ടുന്ന പയ്യന്മാർ. പക്ഷേ ഇവൾക്ക് അവരെയൊന്നും വേണ്ട. ഇവളുടെ വിചാരം എന്താ, ഇവൾ വലിയൊരു കൊമ്പത്തുള്ള ഒരാളാണെന്നാണ്. അപ്പോൾ ഇതിനൊക്കെ വളം വെച്ച് കൊടുക്കുന്ന ആരാ? ഒന്ന് സിമ്പുകൾ, പിന്നെ രണ്ടാമതെന്താ സോഷ്യൽ മീഡിയ, പിന്നെ ഒരെണ്ണത്തിൻ്റെ കാര്യം നേരത്തെ തന്നെ പറഞ്ഞല്ലോ, ഇൻഫ്ലുവൻസ് ഓഫ് ഫെമിനിസം. അപ്പം നിങ്ങൾക്കിതൊരു വേക്കപ്പ് കോളാണ്. നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒരു പെണ്ണിൻ്റെ പുറകിൽ സിമ്പ് ചെയ്ത് ഒരു കാരണവശാലും പോകരുത്. നിങ്ങൾ നിങ്ങളുടെ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യണം. നിങ്ങളുടെ അത്രയും തന്നെ ലുക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ അത്രയും തന്നെ സ്റ്റാൻഡേർഡ് വരുന്ന ഒരു പെണ്ണായിട്ട് സെറ്റിലാവാൻ ശ്രമിക്കുക.
ഒരിക്കലും താഴ്ന്ന് ചിന്തിക്കരുത്. ഒരിക്കലും നിങ്ങളെക്കാട്ടിലും കുറഞ്ഞ ഒരാളായിട്ട് സെറ്റിലാവാൻ നോക്കരുത്. കാരണം ഇപ്പോൾ 70% പെണ്ണുങ്ങൾ ആഗ്രഹിക്കുന്നത് അവരെക്കാട്ടിലും ഭംഗിയുള്ള അല്ലെങ്കിൽ അവരെക്കാട്ടിലും കാശുള്ള ഒരാളിനെയാണ്. അവർക്കത് ചില സമയത്ത് കൃത്യമായിട്ട് ലഭിക്കുന്നുമുണ്ട്. സോ ഇനി ഭാവി തലമുറ നിങ്ങളുടെ കയ്യിലാണ്. സോ നിങ്ങൾ സിമ്പ് ചെയ്തൊരു പെണ്ണിൻ്റെ പുറകെ നടക്കുമ്പോൾ ഒരു കാരണവശാലും ഹൈപ്പർഗമി കുറയില്ല, അതിനുവേണ്ടി കൂടിക്കൊണ്ടിരിക്കും. ആണുങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഒട്ടും വിലയില്ല. അപ്പോൾ ഇത് കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് പോകുകയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ആണുങ്ങൾക്ക് ഭാവി തലമുറയിൽ ഒട്ടും തന്നെ ഒരു പട്ടിത്തീട്ടത്തിൻ്റെ വാല്യൂ പോലും ഉണ്ടാവില്ല. പിന്നെ വേറൊരു കാര്യം, നിങ്ങൾക്ക് 30 വയസ്സിൽ കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾ കെട്ടാൻ പോകുന്ന പെണ്ണിനെക്കുറിച്ച് സകല കാര്യങ്ങൾ അറിഞ്ഞതിന് ശേഷം മാത്രമേ കല്യാണം കഴിക്കാൻ പാടുള്ളൂ. കാരണം ചില പെണ്ണുങ്ങൾ ഈ ടോപ്പ് 20% ആണുങ്ങളുടെ പുറകെ പോയിട്ട് അവരായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ട് ലാസ്റ്റ് ഇവളെ നല്ല രീതിയിൽ അവർ യൂസ് ചെയ്തതിന് ശേഷം ഈ ടോപ്പ് 20%ലുള്ള ആമ്പിള്ളേർ ഈ പെണ്ണിനെ ഉപേക്ഷിക്കും. സോ ലാസ്റ്റ് വേറെ ഒരു വഴിയില്ലാതെ വരുമ്പോൾ പെണ്ണ് ഒന്നില്ലെങ്കിൽ പൈസക്കാരനായ ലുക്ക് കുറഞ്ഞ ഒരാളായിട്ട് സെറ്റിലാവും, ഒന്നില്ലെങ്കിൽ ഒരു ആവറേജ് ലുക്കുള്ള ആവറേജ് കാശ് മിഡിൽ ക്ലാസ് ഉള്ള ഒരുത്തനായിട്ട് സെറ്റിലാവും. സോ ഒരിക്കലും ആ ആണ് നിങ്ങളാവരുത്. അതിന് ഭേദം നിങ്ങൾ സിംഗിളായിട്ട് ജീവിക്കുന്നത്. കുറച്ച് കാശുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രോസ്റ്റിറ്റ്യൂഷൻ്റെ അടുത്ത് പോകാം. എനിക്കറിയാം ഈ വീഡിയോക്കെതിരെ ഒരുപാട് പെണ്ണുങ്ങൾ കമൻറ്റ് ഇടുമെന്നുള്ളത്, ഒരുപാട് നെഗറ്റീവ് കമൻറ്റ്സ് പെണ്ണുങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാവും. പക്ഷേ ഐ ഡോണ്ട് കെയർ അബൌട്ട് ദാറ്റ്. നിങ്ങൾ ചില കയ്പുള്ള സത്യങ്ങൾ അറിഞ്ഞേ മതിയാവൂ. നിങ്ങൾ എപ്പോഴും ഒരു കാര്യം ഓർക്കുക, കയ്പുള്ള സത്യമാണ് മധുരമുള്ള നുണയേക്കാൾ ഭേദം. കാരണം മധുരമുള്ള നുണയുടെ പ്രത്യേകത എന്താ? താൽക്കാലിക സുഖം മാത്രമേ നമുക്ക് അതിൽ നിന്ന് ലഭിക്കുള്ളൂ. പക്ഷേ കയ്പുള്ള സത്യം അറിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിനനുസരിച്ച് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. സോ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. സീ യു നെക്സ്റ്റ് ടൈം. ചേട്ടൻ്റെ വീഡിയോസൊക്കെ യൂട്യൂബിൽ ഞാൻ സ്ഥിരമായിട്ട് കാണാറുണ്ട്. അപ്പം ഹൈപ്പർഗമിയുടെ വീഡിയോ കണ്ടായിരുന്നു. അതിൽ പറയുന്ന ഒക്കെ സത്യമാണ്. പക്ഷേ അപ്പോൾ ഞങ്ങളെപ്പോലുള്ള ഗേൾസിന് ജീവിച്ചു പോകണ്ടേ ചേട്ടാ? നിങ്ങളെപ്പോലുള്ള ഗേൾസിനോ? എനിക്ക് മനസ്സിലായില്ല, നിങ്ങളെന്താ ഉദ്ദേശിച്ചത് വഴി? ഞാൻ പറഞ്ഞത് ഹൈപ്പർഗമി എന്നുള്ള കാര്യം, അതിൻ്റെ ഡെഫിനേഷൻ എന്താ, നടക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. നടക്കുന്ന കാര്യമല്ല പറയുന്നത്. അതിലെന്താ തെറ്റുള്ളത്? അതായത് നിങ്ങൾ ജീവിച്ചു പോകേണ്ടതെന്ന് ഉദ്ദേശിച്ചത് പൈസക്കാരനെ കെട്ടി സുഖിച്ച് ജീവിച്ചു പോകേണ്ടതെന്നാണ് ഉദ്ദേശിച്ചത്. അപ്പം ഞങ്ങളെപ്പോലുള്ള ഗേൾസ് എങ്ങനെ ജീവിക്കും ചേട്ടാ? ഞങ്ങൾക്കും അത്യാവശ്യം റിച്ച് ആയിട്ടുള്ള ലുക്കുള്ള ആൾക്കാരെ കിട്ടി ഞങ്ങളുടെ ലൈഫ് സെറ്റിലാക്കണം. അല്ല, ഈ ലുക്ക് കൂടുതലുള്ള പൈസക്കാരനായിട്ടുള്ള ആൾക്കാരെ നോക്കുന്നതിൽ എന്താ തെറ്റുള്ള ചേട്ടാ? എന്തോന്ന് അപ്പോൾ ഇവിടെ കണ്ടീഷണൽ ലവ് ആലോ, അൺകണ്ടീഷണൽ ലവോ അല്ലെങ്കിൽ ശരിക്കുള്ള സ്നേഹമോ ഒന്നും കാണുന്നില്ലല്ലോ ഞാൻ. തെറ്റില്ല, പക്ഷെ അതൊരു റിയൽ ലവ് അല്ല, അതൊരുമാതിരി കണ്ടീഷണൽ ലവാണ്. ഒരാളുടെ പൈസ കണ്ട്, ആസറ്റ് കണ്ട്, അല്ലെങ്കിൽ അയാളുടെ ലുക്ക് കണ്ടാണ് സ്നേഹിക്കുന്നത്. അല്ലാതെ ഇവിടെ റിയൽ ലവ് വരുന്നില്ല. പിന്നെ അങ്ങനെ സ്നേഹിക്കാൻ പാടില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞെന്താ, താനും അതേപോലെ ലുക്കുള്ള അല്ലെങ്കിൽ അതേപോലെ പൈസക്കാരിയായ ഒരാളാണെങ്കിൽ ഓക്കെ, ഈക്വലായിട്ട് പോകാം. പക്ഷേ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആഗ്രഹിക്കുന്നത് ലൈഫ് സെറ്റിലാക്കാൻ വേണ്ടി മാത്രമല്ലേ? ചേട്ടാ, പ്രേമിക്കുന്നതന്നെ ലൈഫ് സെറ്റാക്കാൻ വേണ്ടിയിട്ടല്ലേ? അല്ലാണ്ട് ഈ കാലത്തൊക്കെ ആരെങ്കിലും ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കും? ഈ കണ്ടീഷണൽ ലവ് ഒക്കെ ഇപ്പോൾ ഉണ്ടോ ചേട്ടാ? നല്ല പ്രായത്തിൽ ഗേൾസ് ആരിലൊക്കെ സെറ്റാക്കിയ അവരുടെ ലൈഫ് ഓക്കെ ആവും. ഇതിപ്പോൾ എൻ്റെ മെൻറ്റാലിറ്റി മാത്രമല്ല, എൻ്റെ കൂടെയുള്ള എൻ്റെ ഫ്രണ്ട്സിൻ്റെ മെൻറ്റാലിറ്റിയും സെയിം ഒക്കെയാണ്. അല്ലെങ്കിലും എന്നെക്കാട്ടിലും ഭംഗിയുള്ള ഒരാളെ നോക്കിയാൽ അതിലെന്താ ചേട്ടാ തെറ്റുള്ളത്? എനിക്കൊരു കസിനുണ്ട്. കസിനെന്ന് വെച്ചാൽ എൻ്റെ അമ്മയുടെ ആങ്ങളയുടെ മോള്. പുള്ളിക്കാരത്തേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരെ കാണാൻ ഒരു ആവറേജ് ലുക്കേ ഉള്ളൂ. ചിലപ്പോൾ ബിലോ ആവറേജ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ചെറുതായിട്ടൊരു ആവറേജ് ലുക്ക്, ഡാർക്ക് സ്കിൻ ടോണാണ്, കണ്ണാലൊന്നും അത്ര വലിയ ഇതൊന്നുമില്ല. പക്ഷേ പുള്ളിക്കാരിക്ക് ഭയങ്കര ബ്യൂട്ടി സ്റ്റാൻഡേർഡ്സും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ആണുങ്ങളിൽ ഒരുപാടധികം ഡിമാൻഡുകളാണ് വയ്ക്കുന്നത്. പുള്ളിക്കാരൻ 6 അടി ആയിരിക്കണം, നല്ല ലുക്കായിരിക്കണം. പുള്ളിക്കാരുടെ ഹൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 5'1" പോലും, അത് 5'2" അത്ര ലെവലിലൊക്കെ പുള്ളിക്കാരിക്ക് ഹൈറ്റ് ഉള്ളൂ. പിന്നെ പുള്ളിക്കാരി റീൽസ് കൊണ്ട് ഒരുപാട് അൺറിയലിസ്റ്റിക് ബ്യൂട്ടി സ്റ്റാൻഡേർഡ്സ് ഉണ്ടല്ലോ. അത് വെച്ചിട്ട് റീൽസിൽ കാണുന്ന റിയാലിറ്റി അല്ല, പക്ഷേ അതിനകത്ത് ഓരോരുത്തർ ചെയ്യുന്ന അൺറിയലിസ്റ്റിക്, എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്തൊരു കാര്യം എന്ന് വെച്ചാൽ അൺറിയലിസ്റ്റിക് ബ്യൂട്ടി സ്റ്റാൻഡേർഡ് വെച്ചിട്ട് എന്നെ കമ്പയർ ചെയ്യും. നിനക്കതില്ല ഇതില്ലെന്ന് പറഞ്ഞിട്ട് എനിക്ക് നന്നായിട്ട് ദേഷ്യം വരും. അങ്ങനെ പുള്ളിക്കാരി ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് ആണുങ്ങളുടെ എപ്പോൾ ഒരു കോഴി സ്വഭാവം, ഓരോ ആണുങ്ങളുടെ റീൽസ് ഭയങ്കരമായിട്ട് ലൈക്ക് ചെയ്യും. ഞാനത് മുഖത്ത് നോക്കി വെട്ടി തുറന്ന് മുഖത്തടിച്ച് പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറയുക, നീ എൻ്റെ കാര്യത്തിൽ ഇടപെടാൻ വരണ്ട, ഞാൻ ഇഷ്ടമുള്ളതാണ് ചെയ്യുക, അങ്ങനെ എങ്ങനെയാണെന്ന് പറഞ്ഞ്. പുള്ളിക്കാരി സത്യം പറഞ്ഞാൽ ഒന്നുമില്ല, പക്ഷേ ഭയങ്കര അഹങ്കാരമാണ്. ബ്രോയ്ക്ക് എന്താ ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? എന്നെ അത് വെച്ച് ആൾക്കാർ മറ്റ് അൺറിയലിസ്റ്റിക് ബ്യൂട്ടി സ്റ്റാൻഡേർഡ് വെച്ച് കമ്പയർ ചെയ്യും. അത് എനിക്കിഷ്ടമല്ല, പക്ഷേ അങ്ങനെ ചെയ്യുകയും ചെയ്യും. നമ്മളതിനെ എന്തെങ്കിലും എതിർത്ത് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരിക്ക് ഒന്നുമില്ല, പക്ഷേ പുള്ളിക്കാരുടെ വിചാരം പുള്ളിക്കാരി ഏതാണ്ട് വലിയ സംഭവം ഒന്നുമില്ല. നമ്മളെന്തെങ്കിലും എതിർത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അഹങ്കാരമാണ്.